നോക്കാം. ആ ചേർത്ത് ഇട്ടിട്ട് നീക്കി വെച്ചോട്ടെ. കളടെ ഇരുന്ന് വരട്ടെ കുറേ നേരം. ഈ പിള്ളേരെയൊക്കെ നോക്ക് ചേരെണ്ണത്ത് വെച്ച് കൊടുക്കാം ഒരാള്. ഡേ എന്തിനേ എൻ്റെ കൊച്ചിനായിട്ട് അടിക്കുന്നത്? ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി കണ്ടു ഞാൻ നിർത്തടി എന്നവളെടുത്ത് കൊള്ള നിർത്തടി. ഇതൊക്കെ എന്തോ ഒരു ആൾക്കാരൊക്കെ അവിടെ പിള്ളേരെ പഠിപ്പിക്കാനും വേണ്ട. ആരൊക്കെ പുളിഞ്ചിക്ക് ഉറക്കണ? ഈ ഷാലുവിന് എന്ത്? കണ്ടു ഞാൻ ചെന്താമരേ. എന്ത് ചെയ്യുന്ന നമ്മള് രാവിലെ ഇട്ട പുളിഞ്ചിക്കര ഒരു ഗതികേടെ. ആ അവിടെ കുരുവും കൂടെ ഉണ്ട്. ഉപ്പിടണം നാളെ. ആ കുരു നീ ഇപ്പൊ തിന്നാ നമുക്ക് ദീപാവലിക്ക് പടക്കം പൊട്ടിക്കാം. ആ കുരു ഇപ്പൊ അവിച്ചു കഴിച്ചു. താഴോട്ട് പോണ്ട, താഴോട്ടുണ്ട്. നമ്മളില്ലാതെ താഴോട്ട് പോണ്ട. വേണ്ടെന്നില്ലേ? അയ്യോ വാ ഇവിടെ കിടന്നാ മതി ഒറ്റയ്ക്ക്. നല്ല സുഖം ഉണ്ടായിരിക്കും. ആർക്കവിടെ ഉമ്മ കൊടുക്കണത്? മക്കളത് വില വെച്ചാൽ മൂടി വെച്ചിരുന്നാ പോരെ ഇവിടെ. നാളെ ഇനി താഴേന്ന് ഇങ്ങോട്ട് എടുക്കണ്ടല്ലോ. ഇല വെച്ചേ മൂടി വെച്ചോ. പട്ടിയും പൂച്ചേനെ എലിയും കയറില്ലല്ലേ? എലി കയറുമെന്നൊരു സംശയം. ഇവിടെ ഒരു ഹോളം ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെ എലി കയറുള്ളൂ. പക്ഷെ താഴെ കൊണ്ടേ ഉപ്പിട്ട് വയ്ക്കായിരുന്നു അല്ലേ നമുക്ക്? മൂടി വെച്ചോ. ഇല കീറി. നാളെ ഇനി ഇല ഉണ്ടാക്കണോ പുതിയത്? പ്ലാസ്റ്റിക്കിലിട്ട് ഉണക്കി കൂടെ. ചൂടല്ലേ ഇട്ട ഈ ശാലു അങ്ങനെ തന്നെ. അല്ലെങ്കിലും വൃത്തിയില്ലാത്ത പെണ്ണ്. അതിൻ്റെ പുറത്തോട്ട് തയ്യോക്കളെ. എടിയേ മഴ പെയ്ത് തുടങ്ങി. വട്ട് തുടങ്ങി. നമ്മളവിടെ ഫ്രണ്ട് കണ്ടില്ലേ? ഫ്രണ്ട് മൊത്തം കാട് കയറി കിടക്കായിരുന്നേ. അതിപ്പോൾ അവർ ക്ലീൻ ആക്കി. മിനിഞ്ഞാന്ന് അവരൊന്ന് കാടൊക്കെ ചെത്തിപ്പറിച്ച് വൃത്തിയാക്കി. ആൾക്കാരിങ്ങനെ പെരേടങ്ങളൊക്കെ വൃത്തിയാക്കിയാൽ നല്ലതായിരിക്കും. ഇത് ഉണങ്ങിയല്ലേ? ഇനി വാരി വെക്കാം നാളെ അല്ലേ? വേവോ ഇനി? ഉണക്കിക്കൊണ്ട് ഇനി വേവോ? വേവൊക്കെ ചെയ്യൂലേ? കൊണ്ടുപോകാനുള്ള സാധനമാണത്. പനിക്കൂർക്കയും തുളസിയും കൂടെ ഉണക്കി വെച്ചേക്കാണ്. കൊണ്ടുപോകാനാണ്. അത് ആവി പിടിക്കാനൊക്കെ നല്ലതാണ് സംഭവം. ഇനിയിപ്പോൾ അവിടെ ഭയങ്കര തണുപ്പും കൂടെ അല്ലേ? ഇതിപ്പോൾ തറയിലല്ലേ ഇട്ട. തറ വൃത്തിയുണ്ട്. ഇവിടെ വേറെ ഒന്നുമില്ല. മഴയൊക്കെ പെയ്ത് കഴുക്കൊക്കെ പോയി കിടക്കണം. കഴുകി എടുത്താൽ മതിയോ? നാളെ നമുക്കത് പൊട്ടിച്ചിട്ടേ വാരി വെക്കാം. നാളെ വാരി വെക്കാം കേട്ടോ. പിന്നെ നിനക്കിപ്പോ ഞാൻ കസേര എടുക്കാൻ പോവല്ലേ? ഓടിയാണ് ഇവിടെ. ആര്? എൻ്റെ അമ്മയുടെ മോള് തന്നെ ഇവിടെ. കൗണ്ടർ അടി മതി. ഇവളെ പിടിച്ചോ. ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് പതുക്കെ ഇറങ്ങിപ്പോ.
ആ ഹലോ ഗൈസ്. സൈഡിൽ കൂടി പോവാൻ പിന്നെ വട്ട പിടിച്ച പെണ്ണാണത്. അടയക്കളെ കുറ്റിയിടുകളെ. നമുക്ക് ഈ സൈഡിൽ കമ്പി വെച്ചില്ല, അപ്പൊ നമുക്ക് വരാൻ പേടിയാണ്. കണ്ടിട്ടില്ല ഇപ്പൊ കണ്ട്. സാധനം my husband വാ ക്യൂടെക്സും കൊണ്ട് നടക്കണം. അവിടെ എങ്ങനെ ആക്കിയതിന് ഞാൻ അടിച്ച് ശരിയാക്കും. പെണ്ണ ഈ പെണ്ണ കുരുത്തം കെട്ട പെണ്ണാണ്. ലൈറ്റ് ഇടോക്കളെ. ഇന്നെല്ലാം കർട്ടനെല്ലാം കഴുകിയിട്ട് റൂമിൻ്റെ കർട്ടനും എല്ലാം മാതിരി കഴുകി. അഴുക്കുണ്ടായിരുന്നു. ആ കർട്ടനൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതാണ് എൻ്റെ റൂം. ശാലുമോൾ ഇവിടെ കിടക്കും, ഞാനും കൊച്ചിയും ഇവിടെ കിടക്കും, മാമൂട്ടിയും കൂടെ. ഞാനും മാമൂട്ടിയും കൂടെ ഇവിടെ കിടക്കും. എന്തിന് കഴുകിയതായിരുന്നു. ഞാൻ കഴുവാത്തേന്നും പറഞ്ഞിട്ട് പകത്തിനകത്തിട്ട് വെച്ച് ഇടാൻ കൊണ്ട് വെച്ചിരുന്നായിരുന്നു. കുളിക്കുകയൊക്കെ ചെയ്യും അവിടെ. കുളിക്കാൻ പോവാ. സോപ്പ് കൂടെ എടുക്കുന്നു. കുളിക്കാൻ ഇതേക്കളെ മലയാളം ഇവിടെ സിനിമ ആണല്ലോ. സിനിമ അമ്പാടി അമ്പാടി ഇരുന്നത്. നീ എന്തിനാ ഞാൻ മേടിച്ച ക്യൂടെക്സ് ഒക്കെ എടുത്ത് മാമിക്ക് കൊണ്ട് കൊടുത്തത്? ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചോണ്ടോന്ന്. ഞാൻ കുവൈറ്റിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പാപ്പൻ കുവൈറ്റിൽ ഇപ്പോൾ ഉണ്ട്. അപ്പാപ്പനൊന്നും വാങ്ങിച്ചല്ലേ, ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത കാശിന് വാങ്ങിച്ചത്. മാമിക്ക് കൊടുക്കാൻ നടക്കണവള്. മാമിക്ക് വേണമെങ്കിൽ പൈസ കൊടുത്ത് നീ ജോലി ചെയ്തിട്ട് മാമിക്ക് മേടിച്ചു കൊടുക്കണം. കേട്ടാ മാമു കല്യാണമൊക്കെ ഇരിക്കുന്നുണ്ടാ? എന്തേര് എന്തിനാ ദേഷ്യം? അടിച്ചപ്പം പൊട്ടിക്കും ഞാൻ കേട്ടല്ലോ. ആ പിന്നെ കൂടുതൽ കുറുമ്പൊന്നും കാണിക്കല്ലേ, തേക്കുന്നേ. പിന്നെ അതെന്നാ മാമീടെ കൂടെ പോയിക്കോ. ഇവിടെ നിൽക്കണ്ട, എൻ്റെ വീട്ടിൽ നിൽക്കണ്ട. തേയ് ഇറങ്ങടി ഇവിടുന്ന്. എനിക്ക് വേണ്ട വഴക്കുറഞ്ഞു. അടി കിട്ടും. ഞാൻ കുവൈറ്റിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ച് ഞാൻ കൊണ്ടുവന്ന സാധനോ. ചാവട്ടെ, എനിക്കെന്ത്. ഓ
ചാവണം. കമ്പ് വെട്ടിക്കൊണ്ട് ഇപ്പൊ വരും ഞാൻ. അവളൊരു മാമിക്ക് കൊടുക്കല്. ആനന്ത് പാവോന്നാര് പറഞ്ഞേ? ഓ തല അടിക്കും അങ്ങോട്ട്. ആ എന്നെ കൊന്നാ മതി. ഓ പിന്നെ ആര് പറഞ്ഞത് നിന്റെ വീടെന്ന്? ഇറങ്ങടി ഇവിടുന്ന്. ഇത് പഴയ വീടല്ല, ഇതിപ്പോ വെച്ച പുതിയ വീട്. പഴയ വീട്. നിങ്ങളെ വീട് പോയി പൊട്ടിച്ചോ മുടവരുത്ത് പോയിട്ട്? ഇവിടെ ഞാൻ പൊട്ടിക്കൂല, എന്റെ കൈ പൊങ്ങൂലല്ലേ ഇനി പൊട്ടിക്കേ. ആ പിന്നെ നീ തൊട്ട് വയ്ക്കാണ്. ആ പിന്നെ നീ ഒന്ന് തൊട്ട് നോക്ക്, ഇപ്പൊ അറിയാലോ. നിന്റെ ഏതാൾക്കാരെയാണ് നീ വിളിക്കണ? എന്നാ പിന്നെ വിളി, കാര്യം നടക്കട്ടെ. എന്നാ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കുമല്ലോ. ഇപ്പൊ ഞാൻ പോലീസിനെ വിളിക്കും. ആ എന്തേരം എടുക്കാൻ പോയി പെണ്ണാകും. ഒന്നൊന്നൊരു എന്തേരി ആരെടുത്ത് പറഞ്ഞാ? എന്തേരെന്ന് പറഞ്ഞ? എവിടെ? നീ ആര് പറയേ? എന്റെ കൊച്ചിൻ്റെ അടുത്ത് നീ ലോക്കെടുത്ത് പോലീസിനെ വിളിച്ച എനിക്കെന്ത്? ലോക്കെടുത്ത് പോലീസിനെ വിളി. ആ ഇവിടെ കൊള്ളാലോ, എൻ്റെ വീട്ടിൽ വന്നിട്ട് ഭരിക്കുന്ന എല്ലാരെ. ഓ പോലീസ് വന്നോണ്ടിരിക്കുകയാണ് പൊട്ടിക്ക് കേട്ടാ. ഓ അയ്യോ പേടിച്ചു പോയി. എൻ്റെ മോനും പേടിച്ചു പോയി അല്ലേ മോനെ? എൻ്റെ കൊച്ചും പേടിച്ചു പോയി, ഞാനും പേടിച്ചു പോയി. ഡേ അമ്പാടി കമ്പെടുത്തോണ്ടെന്നാണ്. ആ പിന്നെ ഞങ്ങളെ കൈ എന്തോ മാങ്ങ പറിക്കാൻ പോവോ? ഇവിടെ ആര്? വിഷ്ണു പോലീസിനെ വിളിയടാ. എൻ്റെ മോൻ വന്നു, വിഷ്ണുവിനെ വിളിക്കട്ടെ. വിളിക്കാൻ പോയാ? ആ വരട്ടെ പോലീസിനെ വിളിക്കട്ടെ. ആ ഇപ്പൊ എത്തും. നീ ആര്? മന്ത്രിയാ പോലീസിനെ വിളിക്കാൻ? എന്നാ ഇറങ്ങിയാണ് നീ ഫോണ്? എറടി ഫോണ്. ഓടിച്ചോണ്ടല്ലോ ചുവക്കല്ലടിച്ച് ഞാൻ പൊട്ടിക്കും. എന്താടി കുഴപ്പം? എന്താടി കുഴപ്പം? എന്ത് എടാ ഒരു പടി എടുത്തോണ്ടാണ് ഇതൊക്കെ എന്തരാണ് കുഴപ്പമെന്ന് നോക്കട്ടെ. എടാ പടി എടുത്തോളൂ, പടി എടുത്തോളൂ. ഇറങ്ങി പോടി എന്നാ. ഓടി അങ്ങ് പോ, ഓടി അങ്ങ് പോ. പൊക്കോ പൊക്കോ പോ. മൊടവരത്ത് പോയിക്കോണം. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ ആര് പറയുന്ന? ഓ കൊള്ളാലോ, കൊള്ളാം. എന്റെ കൊച്ചിനെ അടിച്ചാണ്ടല്ലോ നിനക്ക്. എന്റെ കൊച്ചിനായിട്ട് അടിക്കണക്ക്. എന്നോട് ചോദിക്കാതെ മാമിക്ക് ക്യൂടെക്സ് എടുത്തോണ്ട് കൊടുത്തേക്കണ്. പോവാ നമുക്ക്.
പറയും പോയി വണ്ടിയിൽ ചാവി എടുക്കണ്ടേ? എന്താ പോട്ടടി. എന്റെ മോളെ ഇവിടെ കൂട്ടണ്ട, എന്റെ മോളാണ് അവള്. നീ പോവോ വണ്ടി ഓട്ടിച്ച് പോവോ? ഓ ഇനി ഇങ്ങോട്ട് വരരുതണ്ട. അതിൻ്റെ ഇപ്പുറത്തോട്ട് വരരുത്, ഒരിക്കലും വരരുത്. ഓക്കെ, വണ്ടി എടുത്ത് വണ്ടി ഓടിച്ചോട്ട് പോക്കോ. ഏത് വീട്ടില്? അപ്പുറത്തെ വീട്ടിൽ ആരിയ്ക്കണ? ആ എങ്കിൽ പിന്നെ അവിടെ പോയി താമസിച്ചു. ഓ പട്ടി ഇനി മാട്ടി കടിച്ചോട്ടി ഓടിയാ. ആരെ പഴിക്കളഞ്ഞ്? ഞാനാണോ പഴിക്കളഞ്ഞ നിന്നെ? ഏതമ്മാമേനെ നല്ലോണം നോക്കണ ജ്യോതിയാണോ? എന്നാര്? എൻ്റെ പൊന്നോ, ഞാൻ വിളിച്ച് ചോദിക്കട്ടെ അവരോട്. എന്നാ അപ്പുറത്തെ വീട്ടിൽ പോയി മോളിയമ്മാമേരെ വീട്ടിൽ പോയി താമസിച്ചോ. പട്ടിയെടുത്തിട്ട് കടിക്കും. ഇവിടെ പേപ്പട്ടി കിടക്കിയിട്, ഇപ്പൊ കടി കിട്ടും. ലൈറ്റും ഇല്ല, അവിടെ ഒരു പാമ്പും ഉണ്ടല്ലേടി വഴിയില്. പാമ്പും കടിക്കും. എന്നാ ചെല്ല്, പട്ടിയെടുത്തിട്ട് കടിക്കട്ടെ. വാശിക്ക് ചെല്ല്. ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല. ഓട് ഓടാനിക്കാണോ ഒരു പേടിയില്ലാത്ത സാധനമേ. അപ്പുറത്ത് പോയി കണ്ടോ, പോയത് കണ്ടോ? എൻ്റെ ദൈവമേ, വല്ലാത്തൊരു കുറുമ്പായിപ്പോയി. പോയി അപ്പുറത്ത് പോയി ഗൈസ്. കണ്ട പിള്ളേർ, ഇപ്പോഴത്തെ പിള്ളേരെയൊക്കെ കണ്ട, ഇതാണ് പിള്ളേർ.